കെ പി നൌഷാദ് അലി കഴിഞ്ഞ ആഴ്ച നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി സംബന്ധിച്ച് കേരളം 18-ൽ 15-ാം സ്ഥാനത്താണ്. അതിന്റെ മുഖ്യ കാരണം വരുമാന വർധനവില്ലാത്തതല്ല, മറിച്ച് ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ ചെലവിന്റെ 64% ശമ്പളം, പെൻഷൻ തുടങ്ങിയ റവന്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വികസനത്തിന് നീക്കിവെക്കാൻ കഴിയുന്നത് ആകെ ചെലവിന്റെ 8.8% മാത്രമാണ്. അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി അത് 14% മുകളിലാണ്. അപ്പോൾ വികസനത്തിന് പണം മാറ്റിവെക്കാൻ കേരളത്തെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. അപ്പോൾ വഴി ഓഫ് ബജറ്റ് ബോറോവിംഗ് ആണ്. കിഫ്ബി പോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ രൂപീകരിക്കുകയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്തു. അപ്പോൾ ഓഫ് ബജറ്റ് ബോറോവിംഗും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പെടുത്തിയത് കൊണ്ട് അതും സാധിക്കാതെ വരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകും? റോഡും പാലവും ഒക്കെ ഉണ്ടാക്കണമല്ലോ, അതിന് വയബിൾ ആയിട്ടുള്ള ഒരു മോഡൽ വേണം. അപ്പോൾ അങ്ങനെ വയബിൾ ആയിട്ടുള്ളൊരു മോഡൽ വേണമെങ്കിൽ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾക്ക് ഒരു റവന്യൂ മോഡൽ ആവശ്യമുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നു. അതിപ്പോൾ ഇടത് സർക്കാർ ഭരിച്ചാലും BJP സർക്കാർ ഭരിച്ചാലും UDF സർക്കാർ ഭരിച്ചാലും അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നടന്ന് എക്കോണമി ആകപ്പാടെ മൂക്കുകുത്തി വീഴ്ന്നോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ? അഭിലാഷ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ധനകാര്യ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, അവർക്ക് സാമ്പത്തിക ഏകോപനം ഇല്ലെങ്കിൽ, അവർ ധൂർത്തും കെടുകാര്യസ്ഥതയും പിൻവാതിൽ നിയമനവും ഒക്കെ ആയിട്ട് റോമ സാമ്രാജ്യം കത്തിയേരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിമാരെ പോലെ കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കും. അതിന് ഈ നാട്ടിലെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് കരിമ്പിൻ ചണ്ടി പോലെ ആക്കി മുന്നോട്ട് പോകണമെന്ന് ഇവർ തീരുമാനിക്കുന്നുവെങ്കിലും നമുക്ക് എതിർത്തേ തീരൂ. ഇപ്പോൾ ഇവിടുത്തെ വിഷയം നോക്കി, ഇവിടെ ഇപ്പോൾ സെസ് പിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ടോള് പിരിക്കുന്ന കാര്യമാണല്ലോ ഇവരിപ്പോൾ പുതുതായിട്ട് മുഖ്യമന്ത്രിയൊക്കെ അധ്യക്ഷനായ സമിതി അംഗീകരിച്ച് നടപ്പിലാക്കാൻ നോക്കുന്നത്. ആദ്യം ഇവരൊന്ന് മാപ്പ് പറഞ്ഞു തുടങ്ങട്ടെ. നിങ്ങൾ തെക്കൻ ജില്ലയിൽ നിന്ന് നോക്കിയാൽ NH66 തിരുവല്ലത്ത് ഇവരുടെ സമരം, അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസിൽ ഇവരുടെ സമരം, ആലപ്പുഴ ബൈപ്പാസിൽ ഇവരുടെ സമരം, പാലിയേക്കരയിൽ ഇവരുടെ സമരം, എറണാകുളത്ത് ഇരുമ്പനത്ത് ഇവരുടെ സമരം. ഇവർ സമരം ചെയ്യാത്ത ടോൾ പിരിവുകൾ എവിടെയാണുള്ളത്? കേരളത്തിലെ സംസ്ഥാന പാതയിലെ ടോൾ ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണ്. ഇപ്പോൾ ഇവിടെ കിഫ്ബി ആണല്ലോ ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കിഫ്ബി എന്ന കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായ ഒരു സ്ഥാപനത്തെ ഇത്തരത്തിലാക്കിയത് ആരാണ് എന്ന് അത് ചർച്ച ചെയ്യേണ്ട ഒരു നേരമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഡബിൾ ടാക്സ് എന്ന് പറഞ്ഞല്ലോ. ഡബിൾ ടാക്സിലെ ട്രിപ്പിൾ ടാക്സ് ആണ് ഇവിടെ ടോൾ പിരിക്കുന്നതിലൂടെ കിഫ്ബി വരുത്തുന്നത്. ഒന്നാമതായിട്ട് അവർ ഇതിൽ നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്ററി അലോക്കേഷൻ കിഫ്ബിക്കുണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പിന്നെ ഇന്ധനം അടിക്കുമ്പോഴുള്ള സെസ് ഉണ്ട്, റോഡ് നികുതിയുണ്ട്. മൂന്നാമതായിട്ട് ഇപ്പോൾ ടോളും കൂടി പിരിക്കുമ്പോൾ 3 തരത്തിൽ നികുതി കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഈ രാജ്യത്തെ ഇരകളായിട്ട് മലയാളികളെ മാറ്റാനാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി കിഫ്ബിയെ പറ്റി പറയാം. ഈ കിഫ്ബിയിൽ വരുന്ന പദ്ധതികൾ നിയമസഭാ യോഗം കൂടി സാമാജികർ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതല്ല. ആർക്കും പിൻവാതിലൂടെ കിഫ്ബിയിൽ AS-ഉം TS-ഉം ഒക്കെ വാങ്ങാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന മട്ടിൽ MLA-മാരുടെ കത്തിന് പോലും കിഫ്ബിയിൽ പദ്ധതി പാസ്സാകുന്നുണ്ട്. കിഫ്ബി വായ്പ എടുക്കുന്നുണ്ട്. ഈ വായ്പ എടുക്കുന്നത് തത്വദീക്ഷയില്ലാതെയാണ്. 9.72% പലിശ കൊടുത്തിട്ടാണ് ഇവർ മസാല ബോണ്ട് 2019 ഇറക്കിയത്. അതിൻ്റെ ക്രമക്കേടുകളെ പറ്റി വലിയ ചർച്ചയുണ്ട്. മൂന്നാമതായിട്ട് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് ഇല്ല. സെക്ഷൻ 20 പ്രകാരമുള്ള, സെക്ഷൻ 14-ഉം 16-ഉം ഒക്കെ പ്രകാരമുള്ള മാൻഡേറ്ററി അല്ലാത്ത ഓഡിറ്റിംഗ് മാത്രമാണ് കിഫ്ബിക്കുള്ളത്. അതുപോലെ തന്നെ കിഫ്ബി ഒരു സമാന്തര സ്ഥാപനമായിട്ട് സ്വകാര്യ കെട്ടിടങ്ങളൊക്കെ വിലക്കെടുത്ത് തോന്നിയ പോലെ വാടക കൊടുത്ത് ഇഷ്ടം പോലെ പിൻവാതിൽ നിയമനങ്ങൾ ഇഷ്ടക്കാരെ നിയമിച്ച് വലിയ ചെലവേറിയൊരു സംവിധാനമായിട്ട് കിഫ്ബി മാറിയിരിക്കുന്നു. ഇവിടെ PWD നോക്കുകുത്തിയായി പോയി. കിഫ്ബിയിലൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യ നിയമനങ്ങളാണ്. അതുപോലെ തന്നെ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക നീതിയില്ലാത്ത പദ്ധതികളാണ്. PWDയിൽ നമ്മൾ പദ്ധതി കൊണ്ടുവരുമ്പോൾ 13% പദ്ധതി TSP-യും ASP-യും ഒക്കെയാണ് SC/ST വിഭാഗങ്ങൾക്കുള്ളതാണ്. കിഫ്ബിക്ക് അങ്ങനെ ഒരു മാനദണ്ഡമില്ല. മാത്രമല്ല, യാതൊരു തരത്തിലുള്ള ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാർക്ക് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ 2016 പിന്നെ അമെൻമെന്റോട് കൂടി ഇവർ കിഫ്ബിയെ തങ്ങൾക്ക് ഊറ്റാനുള്ള ഒരു കറവ പശുവാക്കി മാറ്റി. അങ്ങനെ കറവ പശുവാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഓഫ് ബജറ്റ് ബോറോയിങ്ങിന് തടസ്സം ഉണ്ടാവും. അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയെപ്പറ്റി ചർച്ച ചെയ്ത് തമ്മിൽ തല്ലി ഇങ്ങനെ പരസ്പരം ഈ നാട്ടിലെ മലയാളികളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അഭിലാഷ് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. CPM എന്ന പാർട്ടിയൊക്കെ ഇടത് എന്ന വാക്കങ്ങ് തേച്ച് മായ്ച്ച് കളഞ്ഞിട്ട്
ഒരു കോർപ്പറേറ്റ് പാർട്ടി എന്ന് വിളിക്കുന്നത് നല്ലത്. അല്ല, 4.5 രൂപക്ക് യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാറുണ്ടാവുമ്പോ അത് റദ്ദ് ചെയ്ത് 12 രൂപയുടെ വൈദ്യുതി മേടിച്ചിട്ട് ആ അധിക ബാധ്യത ഈ നാട്ടിലെ ജനങ്ങളുടെ തലക്ക് മുകളിൽ തുടർച്ചയായിട്ട് 3-ാം വർഷം വരുത്തിയവരാണ് ഇവര് വെള്ളക്കര 40% കൂട്ടുന്നവരാണ്. ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യക്കാരെ ദ്രോഹിച്ചത്, അതിനു സമാനമായിട്ട് മലയാളികളെ ഈ തുടർ ഭരണത്തിന് ഇത്രമാത്രം വില കൊടുക്കേണ്ടി വന്ന മറ്റൊരു ജനത സ്വതന്ത്ര ഇന്ത്യയിൽ ഈ കേരളീയരല്ലാതെ വേറെ ആരുമില്ല. എന്തൊരു ദുർഗതിയാണിത്. ഒറ്റ ചോദ്യം അതിനുശേഷം ബിജെപിയിലേക്ക് പോവാം. ഇവിടെ ഇപ്പോ നിലവിലുള്ള സർക്കാരിന് അടിസ്ഥാനമുണ്ടോ? നിലവിലുള്ള സർക്കാരിന് 1.25 വർഷമാണ് കാലാവധി. അതിനുശേഷം വീണ്ടും ഒരു ഇടത് സർക്കാർ വരുമോ, UDF സർക്കാർ വരുമോ എന്ന് നമുക്കറിയില്ല. UDF സർക്കാർ വരും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിലെ ഒരു ആന്റി ഇൻകംബൻസിയുടെ ചരിത്രം എടുത്താൽ കൂടുതൽ സാധ്യത UDF-നാണ് താനും. ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ നിയമമാകും. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായ തീരുമാനം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് പൊതുവെ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ റോഡുകൾ മോണിറ്റൈസ് ചെയ്യാനൊരു തീരുമാനമെടുത്താൽ അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടുക അടുത്ത സർക്കാരിനാണ്. അപ്പോൾ നിങ്ങളുടെ സർക്കാരാണ് അടുത്തത് വരുന്നത് എങ്കിൽ സംസ്ഥാന പാതകളിൽ ടോൾ വാങ്ങാനുള്ള തീരുമാനം റദ്ദാക്കും, ഞങ്ങൾക്ക് ആ ടോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുമോ കോൺഗ്രസ്? അഭിലാഷ്, ഞങ്ങൾക്ക് അങ്ങനെ കൊലച്ചോറ് തിന്നാനുള്ള ആഗ്രഹമില്ല. ഇവരുടെ കൊലച്ചോറ് തിന്നാനുള്ള ആളുകളല്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ ഇന്ന് ഇവരുടെ ഈ ടോൾ പിരിവിനെ എതിർക്കുമ്പോൾ നിങ്ങൾ നാളെ അധികാരത്തിലേറിയ ടോൾ പിരിവ് നിലനിർത്തുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സംസ്ഥാന പാതകളിലെ ടോൾ പിരിവ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവസാനിപ്പിച്ച ഭരണമാണ് 2011-16 ഉമ്മൻചാണ്ടിയുടെ ഭരണം. അദ്ദേഹമാണ് സംസ്ഥാന പാതയിലെ ടോൾ പിരിവ് അവസാനിപ്പിച്ച് കേരളത്തിൽ ദേശീയ പാതയിൽ മാത്രമായിട്ട് ടോൾ പിരിവ് അത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള ശൈലിയുള്ള ഞങ്ങളോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ശരി, ഇവിടെ കിഫ്ബി എന്ന സ്ഥാപനത്തെ ഇത്തരത്തിൽ ഊറ്റിപ്പിഴിയാനുള്ള ഒരു വസ്തുവാക്കി മാറ്റി സംസ്ഥാന സർക്കാരിനെ ബാധ്യതയാക്കി മാറ്റി കേന്ദ്രവുമായിട്ട് സംഘർഷത്തിലേർപ്പെട്ട് ഇവർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ശരി, ഓക്കെ.